2025-26 സാമ്പത്തിക വർഷത്തിലെ കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഫെബ്രുവരി 1 അവതരിപ്പിക്കും. ബജറ്റ് അവതരണത്തിന്റെ ഭാഗമായിട്ടുള്ള ലോക്കിൻ പീരീഡിന് തുറക്കമിടുന്ന ഹൽവ ചടങ്ങും കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ നോർത്ത് ബ്ലോക്കിൽ നടന്നു. നോർത്ത് ബ്ലോക്കിലെ ബേസ്മെന്റ് നിലയിലാണ് ബജറ്റ് അച്ചടിക്കുന്ന പ്രസ്. നോർത്ത് ബ്ലോക്കിലെ ഈ പ്രസ്സിലാണോ ആദ്യ ബജറ്റ് മുതൽ അച്ചടിച്ചിരുന്നത്? ഉത്തരം തേടിയാൽ അല്ല എന്ന് മനസ്സിലാകും. അപ്പോൾ പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇതുപോലെ അതീവ സുരക്ഷിതമായി ബജറ്റ് അച്ചടിക്കാനുള്ള തീരുമാനമെടുത്തത്? എന്താണ് ബജറ്റിന് മുമ്പുള്ള ലോക്കിൻ പീരീഡ്? വിശദമായി നോക്കാം. 1950-ലെ ബജറ്റിലാണ് അസാധാരണ സംഭവവികാസങ്ങൾ അരങ്ങേറിയത്. അന്ന് മിന്റോ റോഡിലുള്ള രാഷ്ട്രപതി ഭവന്റെ പ്രസിൽ നിന്ന് ബജറ്റ് ചോർന്നു. അതീവ പ്രാധാന്യത്തോടെ കർശന സുരക്ഷയിലായിരുന്നു ബജറ്റിന്റെ അച്ചടി. എന്നിട്ടും രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖ ചോർന്നത് ഞെട്ടലോടെയാണ് കേന്ദ്രം കണ്ടത്. അങ്ങനെ ആ സുപ്രധാന തീരുമാനം വന്നു. കൂടുതൽ സുരക്ഷിതമായ ഇടത്തേക്ക് ബജറ്റ് അച്ചടി മാറ്റണം. മലയാളിയായ ജോൺ മത്തായി ആയിരുന്നു ബജറ്റ് ചോർന്ന സമയത്തെ കേന്ദ്ര ധനമന്ത്രി. ബജറ്റ് ചോർച്ചയ്ക്ക് പിന്നാലെ ഗുരുതര ആരോപണങ്ങൾ ജോൺ മത്തായിക്കെതിരെ ഉയർന്നു. അന്ന് ബജറ്റ് അവതരിപ്പിച്ച ഉടൻ രാജി സമർപ്പിച്ചു കേന്ദ്ര ധനമന്ത്രി. ആസൂത്രണ കമ്മീഷനെതിരെ പ്രതിഷേധമുയർത്തിക്കൊണ്ടായിരുന്നു ജോണിന്റെ രാജി. അന്നത്തെ ബജറ്റ് ചോർച്ച ഉയർത്തിയ വിവാദങ്ങൾക്ക് ശേഷം 1980 മുതലാണ് നോർത്ത് ബ്ലോക്കിലേക്ക് ബജറ്റിന്റെ അച്ചടി മാറ്റുന്നത്. ലോക്കിൻ പീരീഡാണ് ബജറ്റ് അച്ചടിയിലെ പ്രധാനപ്പെട്ട സമയം. ബജറ്റിന്റെ അച്ചടി രഹസ്യാത്മകവും സുരക്ഷിതവുമാകണമെന്ന തീരുമാനത്തിൽ നിന്നാണ് ലോക്കിൻ പീരീഡിന്റെ തുടക്കം. ബജറ്റിന്റെ പണിപ്പുരയിലുള്ള ഉദ്യോഗസ്ഥരെ പുറം ലോകത്തു നിന്നും മാറ്റി നിർത്തുന്ന പ്രക്രിയയാണ് ലോക്കിൻ പീരീഡ്. ബജറ്റ് തയ്യാറാക്കി തുടങ്ങുന്നത് മുതൽ ആരംഭിക്കുന്നു ലോക്കിൻ പീരീഡ്. നോർത്ത് ബ്ലോക്കിലെ ബേസ്മെന്റ് നിലയിൽ നിന്ന് ബജറ്റിന്റെ പിന്നണിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് പുറത്തിറങ്ങാൻ അനുമതിയില്ല. ഫോൺ ഉപയോഗിക്കുന്നതിലും വിലക്കുണ്ട്. കേന്ദ്രമന്ത്രി പാർലമെന്റിൽ ബജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് പുറത്തിറങ്ങാൻ കഴിയൂ. ലോക്കിൻ പീരീഡിന്റെ തുടക്കമെന്നോണമാണ് ഹൽവ ചടങ്ങ് നടത്തുന്നതും. പരമ്പരാഗതമായ രീതിയിൽ ഹൽവ ഉണ്ടാക്കി ബജറ്റിന്റെ പണിപ്പുരയിലേക്ക് കടക്കുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതാണ് ചടങ്ങ്. തുടർച്ചയായി 8ാം തവണ ബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് ഹൽവ ചടങ്ങിന് നേതൃത്വം നൽകിയത്. കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി, ധനകാര്യ സെക്രട്ടറി എന്നിവർക്കൊപ്പം മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. സമീപകാല ബജറ്റുകളെ പോലെ കടലാസ് രഹിത ബജറ്റാണ് ഇക്കുറിയും ധനമന്ത്രി അവതരിപ്പിക്കുന്നത്. അച്ചടിയും പേപ്പറും ഒന്നുമില്ലെങ്കിലും ബജറ്റിന്റെ രഹസ്യാത്മക സ്വഭാവം നിലനിർത്തുന്നതിന് വേണ്ടിയാണ് പതിവ് തെറ്റിക്കാതെ ലോക്കിൻ പീരീഡുകൾ നിലനിർത്തുന്നത്.